ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എൻ്റെ ഇക്കാക്കൻ്റെ കല്യാണം ഇനി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടേ. നല്ല അടിപൊളി ഇനി കല്യാണം. പിന്നെ ഞാനും വെച്ച് ഖത്തർക്ക് പോകാനുള്ള പെറ്റിയൊക്കെ കെട്ടി ഇനി എല്ലാവരും കൂടിയും. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയിനി. ബോർഡിംഗ് പാസ് മറ്റോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചായ കുടിച്ച്. അപ്പോഴത്തേന് ഞങ്ങളെ ടിക്കറ്റ് നോക്കാനായിന്. ഞങ്ങൾ ഫ്ലൈറ്റ് എയർ അറേബ്യയിനി. അപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഗേറ്റ് കടന്നാലേ ഞങ്ങളെ ഗേറ്റ് നമ്പർ ഗേറ്റ് 1 അപ്പോൾ ഓലിങ്ങനെ ചെക്ക് ചെയ്ത് രണ്ടാളും ചെക്ക് ചെയ്യാൻ എനിക്കറിയില്ല എന്തിനാ രണ്ടാളെന്നൊക്കെ. അപ്പോൾ ഒരാൾ പോരാ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ നടന്ന് പോവാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ എനിക്ക് നല്ല രസമുണ്ട്. ഞാൻ ഇപ്പോൾ 4-മത്തോ 5-മത്തോ വെട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല രസമാണ് അത്. എനിക്ക് ഇമ്മച്ചി ഫ്ലൈറ്റ് കയറി അപ്പോൾ ഉറങ്ങും. ഞാനാണെങ്കിൽ അത് പൊന്തിന വരെ കാത്തിക്കും. നല്ല രസമാണ് കാണാൻ പൊന്തുന്നതും പിന്നെ ഇറങ്ങുന്നതും. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം പ്ലെയിനിൽ കയറുമ്പോൾ അത് താന്ന് പോകുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യൂലേ, ആ നേരത്തെ ചെവി ഇങ്ങനെ അടിയും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ക്യാൻഡി ഇട്ടാൽ മതി, ക്യാൻഡി തൊള്ളയിട്ടാൽ മതി എന്ന്. പക്ഷെ ഞാൻ കുറേ ഇട്ട് നോക്കി, എന്നിട്ടും ഇങ്ങനെ അടിയും. ഞങ്ങൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഹെയർ ഹോസ്റ്റേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഏതോ മറ്റേ പ്രതിമ നിൽക്കണ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇതാണ് ഫ്ലൈറ്റ്. ഞങ്ങളെ സീറ്റ് നമ്പർ 21, 23, 21, 22. അത് കുറേ മലയാളീസ് ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കുറേ 2 അറബികൾ തല്ലുകൂടുന്നൊക്കെ ഉണ്ട്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ. പക്ഷെ കാണില്ല ഉള്ളിൽ, അല്ല പുറത്തേക്ക് കാണില്ല. ഞാൻ 2 ഫ്ലൈറ്റാണ് കയറാനുള്ളത്. എനിക്ക് പറഞ്ഞാൽ നിൽക്കില്ലേ. അത് പിന്നെ ഉമ്മച്ചി വേഗം ഉറങ്ങും കയറിയാൽ. ഇപ്പം ഞാൻ ഉറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ നൂഡിൽസ് നിന്നാണ്. പിന്നെ ഇതാ ഫ്ലൈറ്റിൻ്റെ പുറം ഞങ്ങളിത് എത്തി. ഇനി 2-മത്തെ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ഇവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്. ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റ് ഇനി പോകുന്നത്. 2-മത് ഞങ്ങളതല്ല. അപ്പോൾ കുറേ ഇതിനെ കണ്ട്, കുറേ പരുന്തിനെ മേളിലെ എന്തോ സാധനത്തിന്. അത് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവുക. അതിൻ്റെ കണ്ണൊക്കെ പൊത്തിച്ച് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ പാറിക്കൊത്തതിന്. അതിൻ്റെ ആ കുട്ടി കുറേ നേരമായി അവിടെ ഇരിക്കണം. പിന്നെ അങ്ങോട്ടും വണ്ടി പോകും, എന്നിട്ട് അതിൻ്റെ ഇപ്പം പിടിച്ചോണ്ട് വരും. അങ്ങോട്ട് വണ്ടി പോകും, അതിൻ്റെ ഇപ്പം പിടിച്ചോണ്ട് വരും. പിന്നെ ഞങ്ങൾക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായി. ഞങ്ങൾ വിളിക്കും എപ്പോഴാണെന്ന്. എന്നിട്ടും അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല രസം അതിനെ കാണാൻ. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് കയറാൻ പോകാനുള്ള ഒരു ബസ് വരും. ബസ് വന്ന് ഞങ്ങൾ അതിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വലിയ വലിയ വിമാനങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തോ വലിയ എൻജിനൊക്കെ കണ്ട്. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ മറ്റേ എയർ അറേബ്യയിൽ തന്നെയാണ് ഞങ്ങൾ. പിന്നെ ഈ കുന്ത്രാണ്ട് എന്തൊക്കെ കാണിച്ചു തരുന്നുണ്ട്, ലൈഫ് ജാക്കറ്റും എന്തൊക്കെ. ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി, ഖത്തറിലെത്തിയില്ല. ഞങ്ങൾ അതിൽ കയറിയപ്പോൾ എന്ത് ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ ആ ഫ്ലൈറ്റ് അല്ല പറഞ്ഞ്. ഞങ്ങൾ 2-മത്തെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ബേഡ്സ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് ഉണ്ട്. ഇവലൊക്കെ ആണെങ്കിൽ തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങളിങ്ങനെ വീഡിയോ സ്പീഡാക്കി. അതിനോടാണ് വേഗം സ്പീഡാവണേ. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസും എന്താ കുന്ത്രാണ്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എന്തോ ലൈഫ് ജാക്കറ്റ് എടുത്ത് എന്താ ഊതിയേ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ യാത്ര തുടരുന്നു. ഇതാ ഫ്ലൈറ്റ് മുന്നോട്ട് എടുത്തില്ല മുന്നോട്ട്. പൊങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നല്ല രസമാണ് വളയ്ക്കുന്നതും എടുക്കുന്നതൊക്കെ നല്ല കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല രസമാണ് കാണാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ. ലാസ്റ്റ് നമ്മൾ എത്താനായി. ഭയങ്കര സന്തോഷമായി. ഇപ്പച്ചിനെ കാണാനൊക്കെ നല്ല പൂതിയുണ്ടേരി. ഇതാ ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തിനി ഫ്ലൈറ്റിൽ നിന്ന് എന്തോ 2 സാധനം. അതൊക്കെ തിന്ന് കഴിഞ്ഞ് നേരത്തെ തിന്ന നൂഡിൽസ് തീർന്ന്. ഉമ്മച്ചിക്കും കൊണ്ടുവന്ന് എനിക്കും കിട്ടീനി. അപ്പം
ഞങ്ങളിതങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇറങ്ങി ലാൻഡ് ചെയ്ത് ഖത്തറിലെത്തി. ഷാർജ ടു ദോഹ. ഇനി ഫസ്റ്റ് ഇന്ത്യ ടു ഷാർജ, ഷാർജ ടു ദോഹ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനതങ്ങനെ നടന്ന് പോവാണ്. എനിക്ക് ഈ എലവേറ്ററിൽ കയറുന്ന ഇമ്മച്ചിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു മെറിൻഡ വാങ്ങി കുടിച്ച്, പിന്നെ ഒരു ഇതില്ല എന്തോ അവിയലിൻ്റെ മാതിരി എന്തോ ചതച്ച സാധനം എന്തോ തന്ന് നല്ല രസമുണ്ട്. ഇനി ഒരു ഐസ്ക്രീമിൻ്റെ മാതിരിയാണ്. ഇതാ ഞങ്ങൾ ദോഹ എയർപോർട്ടിലെത്തി. ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഞാൻ വീഡിയോ സ്പീഡ് ആയിക്കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. എനിക്ക് ഇതിൽ കയറി നടക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ ഇതെടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ലഗേജ് ഇട്ടിന് അത് എടുക്കാൻ നിൽക്കുകയാണ്. അതും എടുത്ത് ഇപ്പത്തിൻ്റെ ഒപ്പം കാറിൽ പോവുകയാണ്. ഞങ്ങൾ പോയി ഇവിടെ എത്തിയപ്പോൾ ഒരു വലിയ ബ്രിഡ്ജുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പൻ്റെ അമ്മേനെയും ഉമ്മേൻ്റെ ഉപ്പനെയൊക്കെ വിളിച്ചിനി. ആ വീഡിയോ ഞാൻ കാണിച്ചു അടുത്ത വീഡിയോയിൽ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മച്ചിൻ്റെയോ ഉപ്പച്ചിൻ്റെയോ ഫേസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.